പ്രേക്ഷകരെ നിയമസഭയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നത്. നമുക്ക് അതിലേക്ക് പോകാം. ചോദ്യോത്തരവേള നിർത്തിവെക്കുകയാണ്. സഭ അല്പസമയം നിർത്തിവെക്കുന്നു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചിരുന്നു. ദേവസ്വം മന്ത്രി രാജിവെക്കും വരെ പ്രതിഷേധം തുടരും എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. ഇപ്പോഴത്തെ ചോദ്യോത്തരവേള നിർത്തിവെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് സ്പീക്കർ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിക്കൊണ്ട് ആയിരുന്നു പ്രതിഷേധം നടത്തിയിരുന്നത്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നതടക്കമുള്ള രീതിയിൽ സ്പീക്കർ ശകാരിക്കുകയും ചെയ്തിരുന്നു. സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു പ്രതിപക്ഷം ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ സ്പീക്കർ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. ഒരു ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. നേരത്തെ ഈ ഒരു ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രശ്നമെങ്കിൽ ഇപ്പോഴത്തെ കട്ടിളയും വാതിലും വരെ കൊണ്ടുപോയി എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ നടക്കേണ്ടതുണ്ട്. ദേവസ്വം മന്ത്രി രാജിവെക്കണം, അതുവരെ പ്രതിഷേധിക്കും എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അല്ലാതെ മറ്റൊരു ചർച്ചയ്ക്കും ഇല്ല എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇന്നും സഭ പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. സഭ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. ഒരു തരത്തിലും ചർച്ചയ്ക്ക് തയ്യാറാകില്ല എന്നായിരുന്നു പ്രതിപക്ഷം പറഞ്ഞിരുന്നത്. അമൽ തേനമ്പറമ്പിലൂടെ കൂടുതൽ വിവരങ്ങളുമായി. അമൽ, ഇതാ സ്പീക്കർ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്, അല്ലേ? ജലക്ഷ്മി, ഒന്നുകൂടി ആവർത്തിക്കുമോ? അമൽ, ഇപ്പോൾ വീണ്ടും ഈ ഒരു ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ചോദ്യോത്തരവേള നിർത്തിവെച്ചിരിക്കുകയാണ്. സ്പീക്കർ ഇറങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് തന്നെ ഇന്നും കാര്യങ്ങൾ എത്തിയല്ലേ? ജലക്ഷ്മി, അസാധാരണ സംഭവ വികാസങ്ങൾ നിയമസഭയിൽ അരങ്ങേറുകയാണ്. പ്രതിപക്ഷം തുടർച്ചയായ മൂന്നാം ദിവസവും ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം ഉന്നയിച്ചുകൊണ്ട് സഭയിൽ പ്രതിഷേധവുമായി എത്തി. ചോദ്യോത്തരവേള തുടങ്ങിയ നിമിഷം മുതൽ തുടങ്ങിയ പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിന് വഴങ്ങാൻ എന്തായാലും സ്പീക്കർ ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സഭാ നടപടികൾ തുടങ്ങി കുറച്ചു സമയത്തിനകം തന്നെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെക്കുന്ന ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്യുന്ന നടപടിയാണ് സ്പീക്കർ സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെ ഉണ്ടായില്ല. ഒടുവിൽ പ്രതിപക്ഷ അംഗങ്ങൾ കൂടുതൽ പ്രതിഷേധം കടുപ്പിച്ചു. സ്പീക്കറുടെ ഡയസിലേക്ക് കയറാനൊരു ശ്രമം നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാത്തതിന് വിപരീതമായി ഇന്നിപ്പോൾ കൂടുതൽ വാച്ച് ആൻഡ് വാർഡുമാരെ സ്പീക്കറുടെ ഡയസിന് മുന്നിലേക്ക് നിയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രതിപക്ഷാംഗങ്ങളും വാച്ച് ആൻഡ് വാർഡുമാരുമായി തർക്കമുണ്ടാകുന്നു, ഉന്തും തള്ളുമുണ്ടാകുന്നു. അതിനുശേഷം പിന്നീട് മന്ത്രി വി ശിവൻകുട്ടി സംസാരിക്കുമ്പോൾ റോജി എം ജോൺ MLA സഭയിൽ നിന്നും പുറത്താക്കണം, വാച്ച് ആൻഡ് വാർഡുമാരെ മർദ്ദിച്ചു എന്നൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് മന്ത്രിമാരടക്കം, മന്ത്രി സജി ചെറിയാനടക്കമുള്ളവർ ഭരണപക്ഷ നിരയിൽ നിന്നും താഴേക്കിറങ്ങി സഭയുടെ നടുത്തളത്തിലേക്ക് എത്തുന്നത്. സഭയുടെ നടുത്തളത്തിൽ ഒരു ഭാഗത്ത് പ്രതിപക്ഷാംഗങ്ങളും ഒരു ഭാഗത്ത് ഭരണപക്ഷാംഗങ്ങളും എന്നുള്ള നിലയിലാണ് നിന്നത്. ഇരുവർക്കും നടുവിലേക്ക് അതിവേഗത്തിൽ വാച്ച് ആൻഡ് വാർഡുമാർ മതിൽ തീർത്തെത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സഭയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നത്. ഈ ഒരു സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയ്ക്കൊന്നും തങ്ങൾ തയ്യാറല്ല. ദേവസ്വം മന്ത്രി രാജിവെക്കണം, അതുവരെ ഈ ഒരു പ്രതിഷേധം തുടരും എന്നുള്ള ഒരു നിലപാടിൽ തന്നെയായിരുന്നു പ്രതിപക്ഷം ഉണ്ടായിരുന്നത്.